ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാ എൻട്രീസ് അപ്പിയേഴ്സ് ഇൻ. കോൺട്രാ എൻട്രീസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി ക്യാഷ് ബുക്ക്. നമുക്കറിയാം, കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഒരുപോലെ വരുന്ന ടൈപ്പിലുള്ള എൻട്രീസ് ആണ് കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രീസ് സാധാരണ രീതിയിൽ കാണുന്നത് ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് ബുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നോമിനൽ അക്കൗണ്ട്സ് ആർ ഓൾസോ നോൺ ആസ്. നോമിനൽ അക്കൗണ്ട്സിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം, പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള അക്കൗണ്ടാണുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതിൽ നോമിനൽ അക്കൗണ്ടിനെ അറിയപ്പെടുന്ന വേറെ ഒരു പേരെന്താണ്? ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്, ഓപ്ഷൻ സി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി നോമിനേഷൻ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ നമുക്കറിയാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓയിൽ ഫീൽഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. ഓയിൽ ഫീൽഡ് എന്നത് ഏത് ടൈപ്പിലുള്ള അസറ്റിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ ബി വേസ്റ്റിംഗ് അസറ്റ്, ഓപ്ഷൻ സി കറന്റ് അസറ്റ്, ഓപ്ഷൻ ഡി ടാഞ്ചിബിൾ അസറ്റ്. ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടങ്ങൾ എന്നത് ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഉപയോഗിക്കും തോറും ഇതിൽ നിന്നുള്ള കൺസപ്ഷൻ കുറയുന്ന തരത്തിലുള്ള അക്കൗണ്ടാണ് അല്ലെങ്കിൽ അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റിംഗ് അസറ്റ് എല്ലാ തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസും വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഓയിൽ ഫീൽഡ്, മൈൻസ്, ക്വാറീസ് ഇതൊക്കെ വേസ്റ്റിംഗ് അസറ്റിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫറിംഗ് ദ ഐറ്റം ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ്. ജേണലിൽ നിന്ന് ഐറ്റംസ് ലെഡ്ജറിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ബാലൻസിംഗ്, ഓപ്ഷൻ ബി നറേഷൻ, ഓപ്ഷൻ സി ക്ലോസിംഗ്, ഓപ്ഷൻ ഡി പോസ്റ്റിംഗ്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഐറ്റംസ് മാറ്റുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ് ഒൺലി. സെയിൽസ് ഡേ ബുക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്തുമാത്രമാണ്? ഓപ്ഷൻ എ ക്യാഷ് സെയിൽ, ഓപ്ഷൻ ബി എക്സ്പോർട്ട് സെയിൽ, ഓപ്ഷൻ സി ക്രെഡിറ്റ് സെയിൽ, ഓപ്ഷൻ ഡി ഓൾ സെയിൽ. എല്ലാ വിധത്തിലുമുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് സെയിൽ മാത്രം ഉൾപ്പെട്ടതാണ് സെയിൽസ് ഡേ ബുക്ക് എന്നത്. ക്യാഷ് സെയിൽ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ. പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് സിസ്റ്റത്തിന്റെ ബേസിലാണ്? ഓപ്ഷൻ എ സിംഗിൾ എൻട്രി, ഓപ്ഷൻ ബി ഇംപ്രസ്ഡ് സിസ്റ്റം, ഓപ്ഷൻ സി ഡബിൾ എൻട്രി, ഓപ്ഷൻ ഡി ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക്
മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം അഥവാ ക്യാഷ് ഫ്ലോട്ട്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ക്യാഷ്യർ വരാൻ സാധ്യതയുള്ള പെറ്റി എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ഒരു എമൗണ്ട് പെറ്റി ക്യാഷ്യറെ ഏൽപ്പിക്കുകയും അതിൽ നിന്ന് കുറച്ച് തുകകൾ എടുത്ത് അത്യാവശ്യ സാധനങ്ങളായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പെറ്റി ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ പെറ്റി ക്യാഷിനകത്ത് ബാക്കി എന്താണോ റിമൈനിങ് ബാലൻസ് വരുന്നത് എപ്പോഴും അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. നറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നറേഷൻ എന്നത് ജേണലുമായി ബന്ധപ്പെട്ടതാണ്. ജേണൽ എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ആ ജേണലിനകത്ത് ചെയ്തത് അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫ് സമ്മറിയാണ് നറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്നത് എന്താണ്? ഓപ്ഷൻ എ ആൻ ഇൻകം, ഓപ്ഷൻ ബി എ ലയബിലിറ്റി, ഓപ്ഷൻ സി ആൻ എക്സ്പെൻസ്, ഓപ്ഷൻ ഡി ആൻ അസറ്റ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്നത് ഒരു ലയബിലിറ്റിയാണ്. ഷോർട്ട് ടൈം ലയബിലിറ്റി അഥവാ കറന്റ് ലയബിലിറ്റിയുടെ കൂട്ടത്തിൽ പരിഗണിക്കുന്ന ഒന്നാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ആണ് സാധാരണ രീതിയിൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഓണേഴ്സ് ഫണ്ട്, ഓപ്ഷൻ സി ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഡിവിഡൻഡ്. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏത് ബേസിലാണ്? ഓപ്ഷൻ എ മാർക്കറ്റ് പ്രൈസ്, ഓപ്ഷൻ ബി കോസ്റ്റ് പ്രൈസ്, ഓപ്ഷൻ സി കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്, ഓപ്ഷൻ ഡി സെയിൽസ് പ്രൈസ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് എന്ന കൺസർവേറ്റിസം ഉപയോഗിച്ചാണ്. ഈ കൺസർവേറ്റിസം അറിയപ്പെടുന്ന പേരാണ് ഈ പ്രത്യേക തരത്തിലുള്ള ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്നറിയപ്പെടുന്നത്. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന പ്രിൻസിപ്പിൾ അക്കൗണ്ടൻസിയിൽ ഫോളോ ചെയ്യുന്നത് പ്ലേയിങ് സേഫ്, അതായത് എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനം ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക, നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് മാത്രം ആ സമയത്തുണ്ടാകുന്ന പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക, എങ്കിൽ മാത്രമേ ബിസിനസ് സ്ഥാപനം സേഫായി ഇരിക്കുകയുള്ളൂ. അങ്ങനെ ബിസിനസ് സ്ഥാപനം സേഫായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്. ഇതിന്റെ ബേസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മൂലം ബിസിനസ്സിന് സാധാരണ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസ് ഒന്നും ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. ഇതേ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസത്തിന്റെ ബേസിലാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്, രണ്ട് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് പ്രൊവിഷൻ നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം ടാക്സ് ഈസ് എ ഡാഷ് എക്സ്പെൻസസ്. ഇൻകം ടാക്സ് എന്നത് ഏത് ടൈപ്പിലുള്ള എക്സ്പെൻസ് ആണ്? ഓപ്ഷൻ എ പ്രൈവറ്റ്,
ഓപ്ഷൻ ബി ഡയറക്റ്റ്, ഓപ്ഷൻ സി ബിസിനസ്, ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ്. ഇൻകം ടാക്സ് എന്നത് ഒരു പ്രൈവറ്റ് എക്സ്പെൻസ് ആണ്. ഇൻകം ടാക്സ് എന്നത് ഒരു പ്രൈവറ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സെയിൽ ഓഫ് ആൻ അസറ്റ് ഈസ്. ഒരു അസറ്റ് വിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സ്വീകരിക്കുന്ന എമൗണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഓപ്ഷൻ ബി റവന്യൂ റെസിപ്റ്റ്, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി റവന്യൂ പേയ്മെന്റ്. അസറ്റ് വിറ്റ് കിട്ടുമ്പോൾ ലഭിക്കുന്ന പണം അറിയപ്പെടുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ്. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ്. ഇൻകത്തിനെ കാട്ടിലും കൂടുതൽ എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ഡെഫിസിറ്റ്, ഓപ്ഷൻ ഡി സർപ്ലസ്. എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ഡെഫിസിറ്റ്.